മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ജനവാസ കേന്ദ്രത്തിലെ കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥ. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി സ്ഥലത്തെത്തി. കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം. അതിനെ എതിർക്കുമെന്ന് വാർഡ് മെമ്പർ ജിനേഷ്. കൂടുതൽ വിവരങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ? ചർച്ച ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ ഓർക്കാട്ടേരി മലപ്പുറം ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴും ചർച്ച പുരോഗമിക്കുന്നത്. ഈ ചർച്ചയിൽ പരസ്പരം പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമാവാത്ത അവസ്ഥ തന്നെയാണ് ഈ സ്ഥലത്തുള്ളത്. വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വനം വകുപ്പും നാട്ടുകാരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുന്നു. ഈ നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് അവർ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവർ ഈ സ്ഥലത്ത് ഫെൻസിംഗ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല. കിണർ നഷ്ടപ്പെട്ട വ്യക്തിക്ക് അടിയന്തരമായി 1.5 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഉടനടി നൽകുവാൻ തയ്യാറാകണമെന്നൊരു കാര്യം ആവശ്യപ്പെടുന്നു. മൂന്നാമതായി ഇവർ ആവശ്യപ്പെടുന്നത് ആനയെ കിണറ്റിൽ നിന്ന് തന്നെ മയക്കുവെടി വെച്ച് ഫെൻസിംഗ് സംവിധാനമുള്ള സോളാർ ഫെൻസിംഗ് സംവിധാനമുള്ള വലിയൊരു വനത്തിലേക്ക്, ഇവിടെ അല്ലാതെ മറ്റൊരു വനത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന 3 ആവശ്യങ്ങളാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് പറയുന്നത് ഈ ആനയെ പുറത്തെടുക്കുന്നു, പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ ഇവിടെ തന്നെ വനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് നല്ലത് എന്ന് തന്നെയാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. അസിസ്റ്റന്റ് വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും. ആനയുടെ ആരോഗ്യമടക്കം പരിശോധിച്ചു. നമുക്കറിയാം, ഏകദേശം 14 മണിക്കൂറായി ഈ ആന കിണറ്റിൽ തന്നെ തുടരുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ വഷളായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ വെറ്റിനറി സർജന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിൽ ആനയ്ക്കും വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണെങ്കിൽ യാതൊരു തരത്തിലുള്ള തീരുമാനവും ആവാത്തൊരു അവസ്ഥ തന്നെയാണ് ഈ സ്ഥലത്തുള്ളത്. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെയുണ്ട്. ഇവർ പറയുന്നത് ഒരു 5 മണി കഴിഞ്ഞാൽ തങ്ങൾക്ക് തങ്ങളുടെ സ്ഥലത്ത് മുറ്റത്ത് പോലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ തങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രം ഓടി വരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാരുമാണ് തങ്ങൾക്ക് ഇവിടെയുള്ളത്. ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യം ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സബ് കളക്ടർ അപൂർവ ത്രിപാഠി എത്തുകയും ചർച്ചയിലേക്ക് വാർഡ് മെമ്പറെ തിരിച്ചു ക്ഷണിക്കുകയും ചെയ്തിട്ടാണ് പിന്നീട് ചർച്ചയിലേക്ക് വാർഡ് മെമ്പർ കയറി പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. പക്ഷെ അവിടെ അത്തരത്തിൽ, അതായത് എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെയുണ്ട്, സാമൂഹിക രംഗത്തെ ആളുകളുണ്ട്. അവർ ജാതിഭേദമന്യേ സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഈ കാട്ടാന ആക്രമണത്തെ അല്ലെങ്കിൽ കാട്ടാനയുടെ പ്രശ്നത്തെ കണ്ടിട്ടുള്ളത്. അവർ പ്രധാനമായും പറയുന്നത് അവർ മുന്നോട്ട് വെച്ച ഈ 3 ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരിക്കലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല എന്നതാണ്. അതിനിടയിൽ 144 പ്രഖ്യാപിക്കുവാൻ ഈ ഭരണാധികാരികൾ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ 144 പ്രഖ്യാപിച്ചാലും തങ്ങൾ ചെറുത്തു നിൽക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി മുൻപോട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് 14 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ വഷളായി തുടരുകയാണ്. ദിഷ്നയാണ് വിവരങ്ങൾ നൽകിയത്.